ഇതൊന്ന് കേട്ടു നോക്കിയാലോ. നല്ല സുഖം വന്ന ഭക്ഷണം നല്ല ഉറക്കും അതെല്ലാവരും ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല സുഖം. എന്റെ കുട്ടികളെ വളർച്ച കൊണ്ടുപോകാം. അത് കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ജീവിതത്തിലാണ് അത് കണ്ടാൽ ഏറ്റവും നല്ലത് ഈ ഭക്ഷണം ഉറക്കണം എന്ന് പറയില്ല. അതിനാണ് കുട്ടികളെ വളർച്ച കണ്ടാൽ കുട്ടികൾക്ക് 6 മാസമായി തുടങ്ങിയാലേ ഒരു ഇരിക്കുന്നുണ്ട് കൗലുണ്ട്. 6 മാസം തൊട്ട് ഒരു 3-4 വയസ്സ് വരെ നോക്കിയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ കാണാം. അതിന്റെ കുട്ടികളെ വളർച്ച ഉണ്ടാവും. അതിന്റെ ഒരു കിക്ക് വേറൊന്നും കിട്ടില്ല. ഒരു ഇരിക്കുന്നുണ്ട് കൗലുണ്ട്, നീണ്ടുണ്ട്, മുട്ടത്തുണ്ട്, നീച്ചക്കുണ്ട്, കുച്ചിരിക്കുണ്ട്, നടക്കുന്നുണ്ട്, ഒരു സംസാരം. അവിടെ തൊഴിൽ പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത സംസാരങ്ങൾ വരും. അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ അറിയണമല്ലോ ഒരു സംസാരത്തിന്റെ മാറ്റങ്ങൾ. ഒരു ഫോട്ടോസ്റ്റാറ്റ് വിഷയം വരികയാണ്. ഇതെന്താ ചെയ്യേണ്ടത് എന്താ പറയുന്നത്, അത് അച്ചടി കൂടെ എഴുതാൻ കയറും. അപ്പുറത്തെ എന്താ പറയുന്നത് ചെയ്യേണ്ടത് അതും കയറും. ഒരു കൂട് വിട്ട് കൂടെ മാറുന്നത് ഭയങ്കര അത്ഭുതമാണ്. അത് കാണാത്തോണ്ടാണ് പറയുന്നത് ഏറ്റവും നല്ല സുഖം നല്ല ഭക്ഷണം നല്ല ഉറക്കാണത്. നല്ല ഭക്ഷണം നല്ല ഉറക്കാണത്. അല്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിലേക്കാണ് അവർക്ക് അതിന് തൃപ്തിപ്പെടുകയാണ്. ഒട്ടും വിശദീകരിക്കേണ്ടതില്ല. മക്കളുടെ വളർച്ചക്കും അവരുടെ സന്തോഷങ്ങൾക്കും അവർ ജനിക്കുന്നതിന് മുമ്പേ അവരെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളുടെ വികാര വിക്ഷോഭങ്ങളാണത്. എന്നിട്ടും മക്കൾ എന്താണ് തിരിച്ചറിയാതെ പോകുന്നത്? മക്കൾ നന്നാവാനും നശിക്കാനും അറിഞ്ഞും അറിയാതെയും ഞാനടക്കമുള്ള രക്ഷിതാക്കൾ കാരണക്കാരാണ്. ഒരിക്കൽ ഉമ്മയോട് എനിക്ക് പറയേണ്ടി വന്നു, നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ല. കേട്ടുന്ന അനിയൻ എന്നെ തിരുത്തിയത് അതൊരു ഉമ്മക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ടീനേജിൽ മക്കളുടെ രക്ഷിതാക്കള് ഈ വാക്കുകൾ പല രീതിയിൽ പല ഭാഷയിൽ കേട്ടിട്ടുണ്ടാവാം. ഇനി കേൾക്കാൻ ഇരിക്കുന്നവരും ഉണ്ടാവാം. അവിടെയാണ് കൈപ്പൊക്കെ പറയാനുള്ളത്. 18 വയസ്സുള്ള മകനെ പോലീസ് പിടിച്ച് ഇന്ന് ആ അമ്മയും മകനും ഡി അഡിഷൻ സെന്ററിലാണ്. ഇനി അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെ പോകും? അയൽവാസികളെ ബന്ധുക്കളെ എങ്ങനെ അഭിമുഖീകരിക്കും? വീട് വിറ്റ് നാട് വിട്ടാലോ? ഇന്ന് ആ അമ്മയുടെ ചോദ്യമാണ്, നാളെ നിങ്ങളുടെയും. 3-4 മാസം മുമ്പ് അവരുടെ മകന്റെ സ്വഭാവത്തിലുള്ള മാറ്റത്തിന്റെ കാരണം വരുത്തി എത്തിപ്പെട്ടത് ബെഡിനടിയിൽ ഒളിപ്പിച്ച ലഹരിയുടെ പൊതികളിലായിരുന്നു. സങ്കടവും അപമാനഭാരവും മകന്റെ ഭാവിയിലും ആകുലതപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അവർ കാര്യം പറഞ്ഞു. കേസാക്കാതെ മകന്റെ ഭാവിക്ക് കോട്ടം പറ്റാത്ത രീതിയിൽ അവനെ ഒന്ന് സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഒരുപക്ഷെ അത് മതിയാവുമായിരുന്നു അവനെയും അവന്റെ കൂട്ടുകാരെയും ഭയപ്പെടുത്തി നിർവഹിക്കുക നടത്താൻ. എന്നാൽ പോലീസുകാരന്റെ മറുപടി അത് ബുദ്ധിമുട്ടാണ്, കുട്ടികളെ ഭീഷണിപ്പെടുത്തിയാൽ ജോലി പോകും എന്നൊക്കെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഫിലിപ്പ് മമ്പാട് അടക്കമുള്ള പലരെയും അമ്മ ബന്ധപ്പെട്ടു. ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി മാസങ്ങളോളം കാത്തുനിന്നു, ഫലമുണ്ടായില്ല. വീണ്ടും അമ്മ പല പോലീസുകാരും ബന്ധപ്പെട്ടു, മറുപടി മറ്റൊന്നായിരുന്നില്ല. ഹെൽമെറ്റ് ഇടാതെ പോയാൽ പിടിച്ചു നിർത്തി തെറി വിളിച്ച് ഫൈൻ അടിക്കാൻ മാത്രമായി അതപ്പതിച്ചോ എന്ന് അവരോട് ചോദിച്ചു ഒച്ച വെക്കാം. മനുഷ്യത്വം കാണിക്കണം, നിങ്ങൾ ജനസേവകരല്ലേ, ഒരു കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ആ യൂണിഫോം ഉപയോഗിച്ചിട്ട് എന്ന് കെഞ്ചാം. ഒരു കാര്യമില്ല. മാസങ്ങൾക്ക് ഇപ്പുറം അവനെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ലഹരി മാഫിയ എന്നും പറഞ്ഞ് വളഞ്ഞിട്ട് പിടിച്ച് ഒരു കേസും ഫയൽ ചെയ്ത് ആ മാസത്തെ കോട്ട തീർത്തപ്പോ ആ മകനെയും കുടുംബത്തെയും അപമാനിച്ചപ്പോ നിയമപാലകർക്ക് സമാധാനമായി. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം ഒരു വഴിക്കും നീതി മറ്റൊരു വഴിക്കുമാണ് സഞ്ചരിക്കുന്നത്. തിരിച്ചറിയേണ്ടത് നമ്മളാണ്, തിരുത്തേണ്ടത് ജന്മം നൽകിയവർ തന്നെയാണ്. പ്രായത്തിന്റെ ചാബല്യം, കുട്ടികൾക്ക് പല തെറ്റുകളും പറ്റാം. അവരുടെ കൂടെ നിന്ന് നമ്മൾ തിരുത്തിയില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. അവന് സാധനം കൊടുത്തവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് പോലീസിൽ പറഞ്ഞിട്ടും അവർക്കൊക്കെ ഉന്നത ബന്ധങ്ങളുള്ളതുകൊണ്ടും നടപടികളൊന്നും ഉണ്ടായില്ല. അവന്റെ കൂടെ വേറെയും ഒരുപാട് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നെ പോലുള്ള പാവപ്പെട്ട രക്ഷിതാക്കൾ ഇത് അറിയുന്നില്ല. കരിപ്പറമ്പിലെ മിക്ക കടയിലും സാധനം കിട്ടുന്നുണ്ട്. ആവശ്യക്കാരായ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തൊരു കോഡ് ഭാഷ ഉപയോഗിച്ച് അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നിങ്ങനെ ആ അമ്മയുടെ വാക്കുകൾ പറയാനേറെയുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര തവണ? അത് അവരുടെ കുട്ടിയല്ല, എന്റെ കുട്ടി ഇങ്ങനെയൊന്നല്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നല്ല കുട്ടി ചീത്ത കുട്ടി എന്നൊന്നുമില്ല. സാഹചര്യം അത് അപകടം വരുത്തി വെക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അസാധ്യമായ പരിഹാരങ്ങളുമായി അലയുന്നതിന് മുമ്പ് അവരെ കേൾക്കാൻ തയ്യാറാകുക. അവർക്ക് ചോദിക്കാനുള്ള ആദ്യ ഓപ്ഷൻ നിങ്ങളായിരിക്കണം. 2ാം ക്ലാസ്സുകാരൻ ഈ ഓർഷി ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കേണ്ടതും ടീനേജിൽ എത്തുമ്പോൾ മാസ്റ്റർബേഷനെ കുറിച്ച് ചോദിക്കേണ്ടതും നിങ്ങളോട് തന്നെ ആയിരിക്കണം. അതിനുള്ള ശരിയായ ഉത്തരം കണ്ടെത്തി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീട്ടിലുള്ള നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. പുറത്തുനിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോഴാണ് പലപ്പോഴും തെറ്റായ ഉത്തരങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്നത്. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാനും എന്റെ രക്ഷിതാക്കളോട് കൂടി ആലോചിച്ച് നടത്താം, അവർ അതിന് പോന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പകലന്തിയോളം വെയിൽ കൊണ്ടതിന്റെയും 10 മാസം ഗർഭം ചുമന്നതിന്റെയും കണക്ക് പറഞ്ഞാൽ കേൾക്കാൻ പുതിയ തലമുറ തയ്യാറായിരുന്നവരില്ല. പറയാനുള്ളത്, നിങ്ങൾ അവർക്ക് മുമ്പേ സഞ്ചരിക്കരുത്, അവർക്ക് നിങ്ങളാൽ നയിക്കപ്പെടാനാവുന്നില്ല. അവർക്ക് പുറകിലും സഞ്ചരിക്കരുത്, അവർക്ക് നിങ്ങളെ നയിക്കാനും ആവില്ല. അവരുടെ ഓരം ചേർന്ന് നടക്കൂ, അവരോടൊപ്പമാകൂ.